ഒരു യഥാർത്ഥ അധ്യാപകൻ എന്നത് കേവലം വിദ്യാർത്ഥികൾക്ക് പാഠഭാഗങ്ങൾ മാത്രം പഠിപ്പിക്കുന്ന ഒരാളല്ല. പാഠഭാഗങ്ങൾക്കപ്പുറം ഒരു വിദ്യാർത്ഥിക്കുണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഈ അധ്യാപകൻ പഠിപ്പിക്കുന്നത്. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് കണ്ണൂർ കൂടാളി ഹൈസ്കൂളിലെ സംസ്കൃത അധ്യാപകനും പ്രാസംഗികനുമായ സിദ്ധാർത്ഥ മാഷെയാണ്. ഇത് സിദ്ധാർത്ഥ മാഷ്, കുട്ടികളുടെ പ്രിയപ്പെട്ട അധ്യാപകൻ. മാഷിന്റെ കർമ്മശേഷി അധ്യാപനത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല. 2011 കൂടാളി ഹൈസ്കൂളിൽ നിന്നും SSLC പാസ്സായ മാഷ് താൻ പഠിച്ചിറങ്ങിയ സ്കൂളിൽ തന്നെ ഇപ്പോൾ സംസ്കൃതം അധ്യാപകനായി ജോലി ചെയ്യുന്നു. അധ്യാപനത്തോടൊപ്പം പ്രഭാഷണത്തിനായും വലിയൊരു സമയം മാറ്റിവെക്കുന്നു. അമ്മ നല്ലമ്മ നല്ലോരച്ഛനെന്തച്ഛൻ, നല്ലോരച്ഛനെന്തച്ഛൻ, എൻ്റെ ടീച്ചറും എൻ്റെ മാഷും നല്ലതാണെന്നും, എൻ്റെ ടീച്ചറും എൻ്റെ മാഷും നല്ലതാണെന്നും, എൻ്റെ നാടും നാട്ടുകാരും നല്ലതാണെന്നും. നമസ്കാരം മാഷെ. നമസ്കാരം. എങ്ങനെയാണ് ഒരു പ്രാസംഗിക ജീവിതം എങ്ങനെ പോകുന്നു? പ്രാസംഗിക ജീവിതം ഭംഗിയായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. എത്ര വർഷമായി ഒരു പ്രസംഗത്തിലേക്ക് താല്പര്യം തുടങ്ങിയിട്ട്? എങ്ങനെയാണ്? ഞാനൊരു 4 വർഷമൊക്കെയായി ഇങ്ങനെ പ്രഭാഷണങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. പ്രസംഗം സ്കൂൾ പഠിക്കുന്ന കാലം മുതലേ പ്രസംഗം വളരെ ഇഷ്ടമായിരുന്നു. അപ്പം അച്ഛൻ ഒരു പൊതുപ്രവർത്തകനായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ പ്രസംഗം അങ്ങനെ ഒരു മോട്ടിവേഷൻ കിട്ടിയതാണ് ഈ ഒരു ഫീൽഡിലേക്ക് വന്നത്. പിന്നെ പഠിക്കാൻ തുടങ്ങി. അധ്യാപന ജീവിതത്തിലാകുമ്പോൾ അത് കുറച്ചും കൂടി എന്താ പറയുക സുഖകരമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെയൊക്കെ ഈ മേഖലയിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ അധ്യാപന മേഖലയും ഈ പ്രാസംഗിക ജീവിതം ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടോ? ബുദ്ധിമുട്ടൊന്നുമില്ല. വൈകുന്നേരങ്ങളിലും അവധി ദിവസങ്ങളിലൊക്കെയാണ് മിക്കവാറും ഉത്സവം നടക്കുന്ന സമയത്തൊക്കെ പ്രഭാഷണം പരിപാടികളൊക്കെ ഉണ്ടാവാറ്. അതുകൊണ്ട് അത് സ്കൂൾ ജീവിതത്തെ, അധ്യാപന ജീവിതത്തെ അത് ബാധിക്കാറില്ല. ഏതാണ് മാഷിൻ്റെ മെയിൻ വിഷയം? ഏതാണ്? എൻ്റെ ക്ഷേത്രവും ഭക്തിയും എന്നുള്ളതാണ് ഞാൻ മിക്കവാറും വേദികളിൽ ഇപ്പോൾ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഏകദേശം 10-35ഓളം വേദികളിൽ ഇതുവരെ പ്രഭാഷണങ്ങൾ നടത്താൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അങ്ങനെ മുന്നോട്ട് പോകുന്നു. ഒരുപാട് അംഗീകാരങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട്. ആരും ഇതുവരെ മോശമൊന്നും പറഞ്ഞിട്ടില്ല. കുഴപ്പമില്ല, നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട്. മാഷിൻ്റെ ഒരു ഗുരു ആരാണ്? എൻ്റെ ഗുരു എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛനാണ്. എൻ്റെ അച്ഛനും അമ്മയും അവർ തന്നെയാണ് എൻ്റെ ആദ്യത്തെ ഗുരുക്കന്മാർ. പിന്നെ എൻ്റെ ഗുരുനാഥന്മാർ, എന്നെ പഠിപ്പിച്ച അധ്യാപകർ അവർ തന്നെയാണ്. അവർ തമ്മിലുള്ള ആ ഒരു സ്നേഹം, സപ്പോർട്ട് അത് തന്നെയാണ് എന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പിന്നെ ഞാൻ ഈ മേഖലയിലേക്ക് എത്താൻ തന്നെ പ്രധാന കാരണം എന്ന് പറയുന്നത് എൻ്റെ ഗുരുനാഥനായിട്ടുള്ള എൻ്റെ സംസ്കൃതം അധ്യാപകനായിരുന്നു മനോജ് മാഷ്. ഇപ്പോൾ കൂടാളി ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹെഡ് മാസ്റ്ററാണ്. അദ്ദേഹമാണ് എന്നെ ഈ ഒരു മേഖലയിലേക്ക് കൊണ്ടുവരുന്നത്. ഈ പ്രഭാഷണ രംഗത്തേക്ക് എന്നെ കൊണ്ടുവരുന്നത് മനോജ് മാസ്റ്ററാണ്. അപ്പോൾ ഒരുപാട് ശ്ലോകങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവില്ലേ? ഒരുപാട് ശ്ലോകങ്ങളൊക്കെ. ഒരു ശ്ലോകം ചൊല്ലാമോ? നല്ലൊരു ശ്ലോകം. ഉദ്യമേന ഹി സിദ്ധ്യന്തി കാര്യാണി ന മനോരഥൈ നഹി സുപ്തസ്യ സിംഹസ്യ പ്രവിശന്തി മുഖേ മൃഗാഃ. ഈ ഒരു ശ്ലോകത്തിൻ്റെ അർത്ഥം വരുന്നത് നമ്മൾ പ്രയത്നത്തിലൂടെ മാത്രമേ നമുക്ക് കാര്യങ്ങൾ നേടാൻ പറ്റൂ എന്നുള്ളതാണ്. വെറുതെ ഇരുന്നത് കൊണ്ട് നമുക്കൊന്നും നേടാൻ സാധിക്കില്ല. നഹി സുപ്തസ്യ സിംഹസ്യ പ്രവിശന്തി മുഖേ മൃഗാഃ. നമുക്കറിയാം, കാട്ടിലെ രാജാവ് എന്നറിയപ്പെടുന്ന ആളാണ് സിംഹം. ആ സിംഹം ഉറങ്ങിക്കിടന്നാൽ പോലും ആരും ആ സിംഹത്തിൻ്റെ വായിലേക്ക് ചെന്ന് ചാടില്ല. സിംഹമാണെങ്കിൽ പോലും ഇരപിടിക്കാനായിട്ട് ഇറങ്ങുക തന്നെ വേണം, പ്രയത്നിക്കുക തന്നെ വേണം. അപ്പോൾ പ്രയത്നിച്ചാൽ മാത്രമേ കാര്യങ്ങൾ നേടാൻ പറ്റുള്ളൂ എന്നുള്ള വലിയൊരു ആശയം. അങ്ങനെയുള്ള ഒരുപാട് സംസ്കൃത സുഭാഷിതങ്ങളുണ്ട്. ഭഗവത്ഗീതയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ശ്ലോകം ഏതാണ്? അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു ശ്ലോകം ഏതാണ്? എനിക്കിഷ്ടപ്പെട്ടത് കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കദാചന മാ കർമ്മഫലഹേതുർഭൂ മാ തേ സങ്കോസ്ത്വ കർമ്മണി. ഫലം ഇച്ഛിക്കാതെ കർമ്മം ചെയ്യണം എന്നുള്ള വലിയൊരു സന്ദേശം ഭഗവത്ഗീത നൽകുന്നുണ്ട്. അതായത് നമ്മൾ പൈസയ്ക്ക് വേണ്ടി ജോലി ചെയ്യുക എന്നുള്ളതാവരുത്. ഏത് ജോലിയായാലും അത് ആത്മാർത്ഥമായിട്ട് 100% അതിനോട് നീതി പുലർത്തുക. നമ്മൾ കാണിക്കുന്ന ആ ഒരു എന്താ പറയുക, അതിനോട് കാണിക്കുന്ന ആത്മാർത്ഥതയ്ക്കനുസരിച്ച് അതിൻ്റെ ഫലം തീർച്ചയായിട്ടും നമുക്ക് വന്നു ചേരുന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കാലത്തെ കുട്ടികൾക്കൊന്നും ഈ ശ്ലോകം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ദൈവിക കാര്യങ്ങൾക്കൊന്നും വലിയ താല്പര്യമൊന്നും ഇല്ലാത്തൊരു കൂട്ടത്തിലാണ്. അപ്പോൾ ഈ കുട്ടികൾക്കൊക്കെ ശ്ലോകങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കാറുണ്ടോ? ഞാൻ ഓൺലൈനായിട്ട് ഗീതാ ക്ലാസ് കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇതുപോലെ പല പല സ്കൂളുകളിൽ നിന്നും വിളിക്കാറുണ്ട്. അവിടെയൊക്കെ പോയിട്ട് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കുട്ടികൾ പരമാവധി ആവുന്നത് പോലെയൊക്കെ മോറൽസ്, വാല്യൂസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്.
അപ്പോൾ ഈ ഒരു സ്കൂളിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു സപ്പോർട്ടൊക്കെ എങ്ങനെയാണ്? സ്കൂളിൻ്റെ ഭാഗത്ത് നിന്ന് എല്ലാ തരത്തിലും നല്ല രീതിയിലുള്ള സഹകരണവും സപ്പോർട്ടും ഉണ്ട്. എല്ലാവരും തന്നെ ഈ കാര്യങ്ങൾക്കൊക്കെ എന്താ പറയുക, എന്ത് കാര്യമായാലും നല്ല നല്ല കമൻസ് ഒക്കെ തരാറുണ്ട്. അത് തന്നെ വലിയൊരു സപ്പോർട്ടാണ്. കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു അത് നന്നായിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ കുറച്ചും കൂടി ബെറ്റർ ആക്കാമായിരുന്നു, അങ്ങനെയുള്ള സജഷൻസ് ഒക്കെ തരുമ്പോൾ തന്നെ അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സ്നേഹവും സപ്പോർട്ടുമാണ്. അപ്പോൾ മാഷോടൊരു കാര്യം കൂടി ചോദിക്കുകയാണ്. നമ്മുടെ ഈ ഒരു പുതിയ തലമുറയ്ക്ക് മാഷിന് നൽകാൻ പറ്റിയ ഏറ്റവും നല്ലൊരു മെസ്സേജ്, അപ്പോൾ ഇന്ന് എല്ലാ തരത്തിലും വഴിതെറ്റി പോകുന്ന ഒരു തലമുറയെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റിയ ചെറിയൊരു മെസ്സേജ് എന്താണ്? ഏറ്റവും വലിയ മെസ്സേജ്, ചെറിയൊരു മെസ്സേജ്, ഏറ്റവും വലിയ മെസ്സേജ് അമ്മ അച്ഛൻ പറയുന്നത് അനുസരിക്കുക എന്നുള്ളതാണ്. എനിക്ക് എൻ്റെ കുട്ടികളോട്, എൻ്റെ മക്കളോട് പറയാനുള്ള ഏറ്റവും വലിയ കാര്യം. അവർ കഴിഞ്ഞിട്ടേ എന്നുള്ളത് ബാക്കി നമുക്കുണ്ട്. അച്ഛനും അമ്മയും പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാത്തതാണ് നമുക്ക് ഇന്ന് തലമുറയ്ക്കുള്ള വലിയ പ്രശ്നം എന്നാണ് എനിക്ക് പല അനുഭവത്തിലൂടെ മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ പരിചയപ്പെട്ടതിൽ ഒരുപാട് സന്തോഷം. നന്ദി. നമസ്കാരം, ഞാൻ കൂടാളി ഹയർ സെക്കൻഡറി സ്കൂൾ പ്രഥമാധ്യാപകനാണ്. എൻ്റെ പേര് ദേവിക. ഞാൻ കൂടാളി ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിക്കുന്നത്. സിദ്ധാർത്ഥ മാഷിനെ പറ്റി പറയുകയാണെങ്കിൽ മാഷ് പാടായാലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് പറഞ്ഞു തരും. മാഷിൻ്റെ ക്ലാസ്സിലിരിക്കാനും വളരെയധികം ഇൻട്രസ്റ്റ് ആണ്. മാഷ് എടുക്കുന്ന പാഠഭാഗങ്ങളായിക്കോട്ടെ എല്ലാവർക്കും ക്ലാസ്സിനൊന്നാകെ എല്ലാ കുട്ടികൾക്കും ഇഷ്ടപ്പെടാറുണ്ട്. പിന്നെ പാഠഭാഗത്തിനപ്പുറം എല്ലാ വിദ്യാർത്ഥികളെയും ഒരു മനുഷ്യൻ എന്ന രീതിയിലേക്ക് വളർത്താനാണ് മാഷ് ശ്രമിക്കാറുള്ളത്. പാഠ്യ വിഷയങ്ങളിൽ മാത്രം ഉയർച്ചയുണ്ടായാൽ പോരാ, സമൂഹത്തിലേക്ക് ഇറങ്ങേണ്ടതാണ്. അപ്പോൾ ഒരു മനുഷ്യനായിട്ട് എല്ലാ കുട്ടികളെയും മാറ്റാനാണ് മാഷ് ശ്രമിക്കുക. സിദ്ധാർത്ഥനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സംസ്കൃത ഭാഷയുമായി ഏറെ സ്നേഹിക്കുകയും ഭാഷയുമായി ഏറെ ബന്ധപ്പെട്ട് നിൽക്കുകയും ചെയ്യുന്ന സിദ്ധാർത്ഥ് ഇന്ന് ആധ്യാത്മിക മേഖലയിലായാലും പ്രഭാഷണ മേഖലയിലായാലും അതുപോലെ സംസ്കൃത അധ്യാപകൻ എന്ന നിലയിലായാലും ഏറെ ശോഭിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. സംസ്കൃത ഭാഷയെ സ്നേഹിക്കുന്ന ഒരു കുടുംബം എന്ന രീതിയിൽ സംസ്കൃത ഭാഷയുമായി ബന്ധപ്പെട്ട് ഏറെ പ്രവർത്തനങ്ങൾ സമൂഹത്തിന് വേണ്ടി കാഴ്ചവെക്കുന്ന ആളെന്ന നിലയിൽ ആ സിദ്ധാർത്ഥ എൻ്റെ ശിഷ്യനാണെന്ന് പറയുന്നതിൽ എനിക്കേറെ അഭിമാനമാണ്. അതുപോലെ തന്നെ ഇന്ന് പ്രഭാഷണ മേഖലയിൽ ആധ്യാത്മിക പ്രഭാഷകന്മാരിൽ എണ്ണപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് സിദ്ധാർത്ഥ്. ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്ന രീതിയിൽ എനിക്കും ഏറെ അഭിമാനം നൽകുന്നു സിദ്ധാർത്ഥൻ്റെ വളർച്ച. ഇന്ന് ഈ കണ്ണൂർ ജില്ലയിൽ മാത്രമല്ല, ജില്ലയ്ക്ക് പുറത്തുമുള്ള ഏറെ വേദികളിൽ സംസ്കൃത ആധ്യാത്മിക പ്രഭാഷണം നടത്തുകയും അതുപോലെ സംസ്കൃത പഠന ക്ലാസ്സുകൾ, ഭഗവത്ഗീത ക്ലാസ്സുകൾ എന്ന് തുടങ്ങി നിരവധി മേഖലയിൽ ശോഭിച്ചിരിക്കുന്ന സിദ്ധാർത്ഥന് എല്ലാ ഭാവുകങ്ങളും നേരുകയാണ്. ഏതാണ് ശരി, ഏതാണ് തെറ്റ്, എന്താണ് നല്ലത്, എന്താണ് മോശം, അല്ലേ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ കുട്ടികൾക്ക് ഉണ്ടായിരിക്കേണ്ട കുറേ നല്ല നല്ല ഗുണങ്ങളുണ്ട്, അല്ലേ? കുറേ ഗുണങ്ങൾ നമുക്ക് ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. എന്തൊക്കെയാണ് നമ്മളെ കുട്ടികൾക്ക് ഉണ്ടായിരിക്കേണ്ട നല്ല ഗുണങ്ങൾ? നമ്മളെ കുട്ടികൾക്ക് ഉണ്ടായിരിക്കേണ്ട കുറേ നല്ല നല്ല ഗുണങ്ങൾ വേണം, എന്നാലേ നമ്മൾ കുട്ടികളാവുള്ളൂ, മനുഷ്യരാവുള്ളൂ.